Hi guys. ബ്രോയുടെ ഫോൺ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹായ്, എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വൈൽ അസ്സലാം വലൈക്കും. ഹായ് അമൻ, ഹായ് ശരത്. ഒറ്റ ചോദ്യം, എൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഗോവിന്ദ്, എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? ഹലോ, ഹായ് ഹായ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടാവുന്നു. സോ ഐം വെരി ഹാപ്പി. ഒരുപാട് സന്തോഷമുണ്ട്. ആഫ്റ്റർ എ ലോങ് ടൈം ഞാനിങ്ങനെ യെസ് കേൾക്കാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇങ്ങനെ ലൈവ് വരാൻ സാധിച്ചതിൽ. സോ വാലന്റൈൻസ് ഡേ ആണ്. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇങ്ങനെ വാലന്റൈൻസ് ഡേ ആയിട്ട് നമുക്ക് ഒന്നുമില്ല. അപ്പം അവർ ഇങ്ങനെ പോസ്റ്ററൊക്കെ സെറ്റ് ചെയ്തിട്ട് ഡേറ്റ് വിത്ത് ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ട്, അപ്പം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ പബ്ലിക്ലി ഒരു വാലന്റൈൻസ് ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സോ ഐ എം ജസ്റ്റ് ലുക്കിംഗ് ഫോർവേഡ് ടു. എന്തായാലും ഒരുപാട് സന്തോഷം. ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് മാർക്കോ. ഇന്ന് മാർക്കോ ഡിജിറ്റൽ OTT റിലീസ് ഉണ്ടായിട്ടുണ്ട് സോണി ലിവിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ട് ഫീഡ്ബാക്ക് അറിയിക്കും, കാണാത്തവർ. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മാർക്കോ സച്ച് എ ഹ്യൂജ് ഹിറ്റ്. അതുപോലെ തന്നെ ഫെബ്രുവരി 21 എൻ്റെ ഏറ്റവും പുതിയ സിനിമ ഗെറ്റ് സെറ്റ് ബേബി. ഞാൻ മാർക്കോ എന്ന സിനിമയുടെ മുന്നേ ഷൂട്ട് ചെയ്ത സിനിമയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ വളരെയധികം എൻജോയ് ചെയ്തൊരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ബ്യൂട്ടിഫുൾ മെച്ചുവേർഡ് സബ്ജക്റ്റാണ്. സബ്ജക്റ്റിൽ ഞാൻ ഒരു ഗൈനക് ഡോക്ടറായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. എൻ്റെ ഒപ്പം ഒരുപാട് വളരെ ടാലൻറ്റഡ് ആക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് ടീം. വിനയ് ഗോവിന്ദാണ് പടത്തിൻ്റെ ഡയറക്ടർ. YV രാജേഷ് സ്ക്രിപ്റ്റ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തും മൈ ബ്രദർ സജീവ് ആണ് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ. പിന്നെ കിങ്സ്മാൻ പ്രൊഡക്ഷനിൽ മിസ്റ്റർ സുനിൽ, ഇവരൊക്കെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കണത്. താങ്ക് യു സോ മച്ച് ലാലേട്ട, ആശീർവാദ്, ലാലേട്ടനും പിന്നെ ആൻ്റണി ചേട്ടനും. ഇവരാണ് സിനിമ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഐ എം വെരി ഹാപ്പി ദാറ്റ് ആദ്യമായി ഞാനും അറിഞ്ഞത് ആശീർവാദിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുറമേ നിന്നൊരു ആക്ടറിന്റെ സിനിമ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ഫോർ മീ ഓൾസോ. പിന്നെന്താ പറയാ, ഈ സിനിമ ഉണ്ടല്ലോ ഗെറ്റ് സെറ്റ് ബേബി ഇറ്റ്സ് എ വെരി മെച്ചുവേർഡ് സബ്ജക്ട്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ മാർക്കോ എന്ന സിനിമയുടെ ഹാങ് ഓവറിൽ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നു, ഇങ്ങനെ ആക്ഷൻ സിനിമകൾ മാത്രമാണോ, ആക്ഷൻ, വൈൽഡ് ആക്ഷൻ, അങ്ങനെ ഒരുപാട് ഇത് വരുന്നുണ്ട്. ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു സേ ദാറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയെ നിങ്ങൾ ഈ മാർക്കോയുടെ ഹാങ് ഓവർ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് സമീപിക്കണം. എന്ന് വെച്ചാൽ അതൊരു വളരെ മെച്ചുവേർഡായ ഫാമിലി സിനിമയാണ്. ഫാമിലി എൻ്റർടൈനർ എന്ന് പറയാം. അല്ല, ഒരു യൂത്തിനും, അല്ലെങ്കിൽ ഒരു പാട്ട് റിലീസായിട്ടുണ്ട്, ഗംഭീര ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയേക്കണേ. അതേപോലെ തന്നെ എന്താ പറയുക, യൂത്ത് കുട്ടികള്, ഇറ്റ്സ് എ ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ്. ഇന്ന് സെൻസർ നടന്നിട്ടുണ്ട്. സെൻസർ സർട്ടിഫിക്കറ്റ് നമ്മൾ ഷെയർ ചെയ്യും. ക്ലീൻ യു എന്ന് വെച്ചാൽ ക്ലീൻ എന്ന് ക്ലീൻ യുയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു തന്നാൽ A to Z കാറ്റഗറിയിൽ നിൽക്കുന്ന എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും ഗെറ്റ് സെറ്റ് ബേബി. ഞാൻ കുറച്ച് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് കണ്ടു. ആൻഡ് ഐ എം വെരി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. 21 സിനിമ തിയേറ്ററിൽ റിലീസാകുമ്പോൾ വേൾഡ് വൈഡ് നിങ്ങളെല്ലാവരും ഈ സിനിമ നിങ്ങളുടെ വിത്ത് ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് ചിൽഡ്രൻ, കുട്ടികളും എല്ലാവരും ചേർന്ന് ഈ സിനിമ പോയി കാണണം. പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാർക്കോ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന അതിൻ്റെ പോസ്റ്റേഴ്സും അതുപോലെ തന്നെ ഒരുപാട് കോണ്ടന്റ് വിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അഡ്രിനലിൻ റഷ്, ചിലപ്പോൾ ഗെറ്റ് സെറ്റ് ബേബി എന്നൊരു സോഫ്റ്റ് പോസ്റ്റേഴ്സൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. എനിക്ക് അറിഞ്ഞൂടാ, ബിക്കോസ് എനിക്ക് അങ്ങനെ ഫീഡ്ബാക്ക് കിട്ടി. ബട്ട് ഐ ടെൽ യു, ആസ് എ മൂവി, നിങ്ങൾ ആസ് എ മൂവി ടു മൂവി നോക്കുവാണെങ്കിൽ നിങ്ങൾ വിത്ത് യുവർ പാരൻസ്, ബിക്കോസ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു, ഉണ്ണി ഇങ്ങനെ A സർട്ടിഫിക്കറ്റ് സിനിമയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്ന്. അപ്പോൾ ആ ഒരു ഓഡിയൻസിന് വേണ്ടിയും കൂടിയാണ് സിനിമ. നിങ്ങൾ എല്ലാവരും സിനിമ പോയി കാണും. ആൻഡ് ഓൾ ദ ഫ്രണ്ട്സ് ആൻഡ് വെൽ വിഷേഴ്സ്,
जिन्होंने मार्को फिल्म को नॉर्थ इंडिया में इतना बड़ा हिट करवाया. मैं उनको भी थैंक यू बोलना चाहता हूँ. जितने भी लोग हैं जिन्होंने फिल्म को सपोर्ट किया, और आपके सपोर्ट की वजह से ही फिल्म इतनी बड़ी हिट हुई थी. मैं अभी मलयालम में ये बोल रहा था कि मेरी नई फिल्म लग रही है गेट सेट बेबी, जो एक फैमिली एंटरटेनर है. फिलहाल ये फिल्म हिंदी में नहीं आने वाली. इट्स अ मलयालम रिलीज राइट नाउ, बट आई विल ट्राई माई बेस्ट टू ब्रिंग इट इन हिंदी ऑल्सो. बट एज ऑफ नाउ अभी वो हिंदी में नहीं आने वाली, मलयालम में आने वाली है. तो मैं उस जो फिल्म है ना, वो 21 तारीख को रिलीज हो रही है. 21 तारीख को रिलीज हो रही है, इसलिए तो मैं उनको बता रहा हूँ कि आप जो मार्को का जो हैंगओवर है, उसकी वजह से आप जो एक नॉर्मल सी एक फैमिली मूवी है उसको इग्नोर ना करिए. तो ഞാനിപ്പോൾ ഇവരോട് ഹിന്ദിയിൽ പറഞ്ഞത്, നിങ്ങൾ മാർക്കോ കണ്ടത് കൊണ്ട് ഒരു ഫാമിലി മൂവി ആയ ഗെറ്റ് സെറ്റ് ബേബിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. നിങ്ങൾ വീട്ടിലെ മുത്തശ്ശിയും മുത്തശ്ശനും അമ്മയും അച്ഛനും അമ്മായി അമ്മാവന്മാരും ചെറിയ കുട്ടികളും എല്ലാവരും ചേർന്ന് ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. സിനിമ വലിയ സിനിമ ചെറിയ സിനിമയല്ല. സിനിമയുടെ കോൺസെപ്റ്റും സിനിമയുടെ എക്സിക്യൂഷൻ ആൻഡ് സിനിമയുടെ കഥയും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമയാണ്. ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ്, ആസ് ഇൻ ഐ എം വെരി എക്സൈറ്റഡ് ദാറ്റ് ദിസ് മൂവി വിൽ ഡു റിയലി വെൽ. ബിക്കോസ് എനിക്കിപ്പോൾ 1-2 പേര് സിനിമ കണ്ടിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു, ഇങ്ങനെ പടം ഗംഭീരമായിട്ടുണ്ടെന്ന്. കേൾക്കാൻ തന്നെ രസമാണെന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, ആസ് ഇൻ ഒരു ആക്ടർ എന്ന നിലയിലും എനിക്ക് ഐ എം വെരി പ്രൗഡ് ദാറ്റ് ഒരു മാർക്കോ പോലത്തെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ സിനിമ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ഒരു എനിക്കറിയാം എൻ്റെ ആകെയുള്ള പേടി എന്ന് വെച്ചാൽ ഈ ഒരു ആക്ഷൻ ഇമേജ് അല്ലെങ്കിൽ ആക്ഷൻ സിനിമകൾ മാത്രം ഇനി ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെടുന്നവരോട് എനിക്ക് ആകെ പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ ഒരു പ്രഷർ സിറ്റുവേഷൻ എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യരുത്. മാർക്കോ ഇറ്റ്സ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരുപാട് കാലങ്ങളായിട്ട് ഒരു ആക്ഷൻ സിനിമ എനിക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ദൈവം സഹായിച്ചിട്ട് അത് നമുക്ക് ചെയ്യാൻ സാധിച്ചു. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ സപ്പോർട്ട് കാരണം ആ സിനിമ ഇത്രയും വലിയ വിജയമായി. ബട്ട് നൗ കമ്മിങ് ടു ഗെറ്റ് സെറ്റ് ബേബി, അതൊരു നല്ലൊരു ടീമിന്റെ നല്ലൊരു സിനിമയാണ്. വിനയ് ഗോവിന്ദ് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. ഈസ് ഡൺ ഇറ്റ് റിയലി വെൽ. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് അയ്യോ ഒരു മിനിറ്റ് കേട്ടോ, എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇൻ ദറ്റ് പ്ലസ് സൈൻ, ഒരു മിനിറ്റ്. എന്നെ കുറച്ച് പേര് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണെന്ന് നോക്കട്ടെ. എങ്ങനെയാണ് ഇതൊക്കെ ഇവരൊക്കെ നേരത്തെ പറയേണ്ടിരുന്ന, ഇത് ഉപയോഗിക്കാൻ അറിയാത്ത ആളുടെ കയ്യിൽ ഫോണും കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം ബ്രോ? പ്ലസ് അമർത്തി അറ്റാ, പക്ഷെ അതിൽ പേരേ കാണുന്നില്ല. ഇതിപ്പോ നാട്ടുകാരെല്ലാരും അറിയും ഞാൻ ഓൺ എയർ. ഇതാണ് ഞാൻ ഈ വക പരിപാടി. അയ്യോ, നിങ്ങൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? ദൈവമേ, अरे यार मुझे हिंदी में कुछ ऐड करने को बोल रहे, रुको मैं कुछ ट्राई कर रहा हूँ. എന്നുവെച്ചാൽ ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പം ഞാനിത് എങ്ങനെ ഇപ്പം ആഡ് ചെയ്യാം? എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. വെയിറ്റ്, അയ്യോടാ, ഇത് മൊത്തം പ്ലാൻ മൊത്തം കയ്യിൽ നിന്ന് പോകട്ടോ. ഇതെന്താ അവർ അക്സെപ്റ്റ് ചെയ്യട്ടെ? എന്റെ ഏറ്റവും ഞാന് ഹായ് 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 ഹായ്, എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ചിത്രൻ നമസ്കാരമുണ്ട്. ചിത്രന്റെ വോയിസ് എനിക്ക് കേൾക്കുന്നില്ല. ഹലോ, ബ്രോയുടെ വോയിസ് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതെന്താ? ജിതൻ ബ്ലൂടൂത്തിലാണോ? ഫസ്റ്റ് ഓഫ് ഓൾ മച്ച് കൺഗ്രാറ്റുലേഷൻസ്. ബ്രദറിനാണ് ഏറ്റവും നല്ല വ്ളോഗർ എന്നുള്ള ഒരു അവാർഡ് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങൾക്ക് ചിത്രൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അയ്യോ, ഞാൻ ചിത്രനെ ആഡ് ചെയ്തു. ചിത്രന്റെ റിക്വസ്റ്റ് കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? തംസപ്പ് കാണിക്ക് ബ്രദർ.
പറയുന്നത് എനിക്ക് കേൾക്കാം. ഓക്കെ. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാന് ഇപ്പൊ അധികം അങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ ബ്രോയുടെ വീഡിയോസ് ഒക്കെ കണ്ട് നമുക്ക് യാത്രകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പോകാൻ പറ്റാറില്ല. പക്ഷെ ബ്രോയുടെ ഞാൻ വീഡിയോസ് കണ്ടിട്ട് പിന്നെ നിങ്ങളുടെ സംസാരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ എന്റെ വാലന്റൈൻ ആയി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ട് നിങ്ങൾ പറയുന്നത്? പക്ഷെ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അതാണല്ലോ ആകെയുള്ള ബുദ്ധിമുട്ട്. ചിത്രനോട് ഹോൾഡ് ചെയ്യൂ. എനിക്ക് ഒന്ന് രണ്ട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. ഞാൻ അതും കൂടി ഒന്ന് ആഡ് ചെയ്യട്ടെ കേട്ടാ. എന്താ ചിത്രന്റെ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്? ഈ വക പരിപാടികൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതാണ് പ്രോബ്ലം. ഒന്നും പറഞ്ഞു തരൂല. വിപിനെ പറ്റിയ പണിയൊന്നുമില്ല കേട്ടോ ഇതൊക്കെ. ദിസ് ഈസ് ഇതൊക്കെ എങ്ങനെ ആഡ് ചെയ്യാനാ ബ്രദർ? മീൻസ് അമ്മൻ ബ്രോ ഇത് നോക്കിയേ, ഇതിൽ ഇങ്ങനെ കിടക്കുന്നേ ലൈവില് ആ റൈറ്റ് സൈഡിലൊരു ഉണ്ട്. റൈറ്റ് സൈഡിൽ പ്ലസ് ഉണ്ട്. ഞാൻ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ there are like thousands. അപ്പൊ ഞാൻ എങ്ങനെ അത് എനിക്ക് ആരും മനസ്സിലാവുന്നില്ല. പക്ഷെ അതില് ID സെർച്ച് ഒന്നുമില്ല. ഒരു മിനിറ്റ് ട്ടാ, ഞാനിത് എങ്ങനെ ഇതിൽ ആഡ് ചെയ്യാന്ന് അറിയില്ല. വെയിറ്റ് ഓ ഓക്കെ വെയിറ്റ് കിട്ടി. ഇതൊന്നുമില്ല. റൈറ്റില് 100 കാര്യങ്ങളുണ്ട്. ജി ഒരു മിനിറ്റ് ട്ടാ. ഓക്കെ. ഇവരെ നമ്മൾ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് എന്റെ പൊന്നു വിപിൻ. ഇത് വിപിൻ എന്ന് പറഞ്ഞ എന്റെ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന ഒരു ചങ്ങായിയാണ്. പുള്ളിക്കുള്ള മെസ്സേജാണ്. വിപിൻ എല്ലാം പറഞ്ഞു തരണം കേട്ടാ. അവരിപ്പോ ശരിയാക്കുന്നേ ഉള്ളൂ. മാഡം ഞാൻ നിങ്ങളെ തപ്പി നടക്കായിരുന്നു. എന്താ അത്? ഹായ് Happy Valentine's അപ്പൊ Day. ഹാപ്പി വാലന്റൈൻസ് ഡേ. സോ ഐ ഹേർഡ്. സോ എന്റെ ലൈഫില് ഐ ടെൽ യു വൺ തിങ്. Yeah. എന്റെ ജീവിതത്തില് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഒരു ലേഡിയുടെ ഒപ്പം ഇത്രയും പബ്ലിക്ലി വാലന്റൈൻസ് ഡേ വരുന്നത്. അപ്പൊ Oh, അതിന്റെ that's my നെർവസ്നെസ് pleasure. എനിക്കുണ്ട്. ഐ എം വെരി നെർവസ്. ഹൗ ആർ യു ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ. I'm good. Oh, my pleasure. So, me being a gynecologist, next movie എന്ന് പറയുന്ന Get Set Go അല്ലേ? Get Set Go? ഗോ അല്ല, ഗെറ്റ്സ് ഗോ തന്നെയാണ്. 21-ാം തീയതി വി വിൽ Yeah. ഗോ ഓൺ 21st, ബട്ട് ദ മൂവീസ് നെയിം ഈസ് ഗെറ്റ്സ് എ ബേബി. Get Set Baby. So, me in the same fraternity, it's a major makeover from Marco to Get Set Baby എന്ന് പറയുമ്പം ഭയങ്കര ഒരു totally different genre of movies അല്ലേ? Thank you so much. I mean, it is the other way around. I finished Gets It Baby first. Okay. ടൈം ലൈൻ പ്രമാണിച്ച് ആദ്യം അതാ ചെയ്ത്. ബട്ട് ഐ എം വെരി ഹാപ്പി. ഞാനൊരു മെയിൽ ഗൈനായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. സോ ഇറ്റ്സ് യു നോ ഐ മീൻ എന്നെ സംബന്ധിച്ച് ഗെറ്റ്സ് ഇറ്റ് ബേബി സോ സ്പെഷ്യൽ ബിക്കോസ് ഞാൻ ഐ എം ഓൾറെഡി 37. Yeah. ഞാൻ ഈ സിനിമ ചെയ്തിട്ട് ഇത്രയും പേടിച്ചിട്ടില്ല. ഞാൻ നോർമലി ഐ ഡോണ്ട് ഗെറ്റ് സ്കേർഡ്. ഐ ഡിഡ് മാർക്കോ ബട്ട് ഐ വാസ് നോട്ട് സ്കേർഡ്. ബട്ട് ഗെറ്റ്സ് ഇറ്റ് ബേബി ചെയ്തപ്പോഴാണ് എനിക്ക് കാര്യമായിട്ട് ഞാൻ വാലന്റൈൻസ് ഡേയിലൊക്കെ സീരിയസ് ആയിട്ട് ഐ ഷുഡ് ബി സീരിയസ് അബൌട്ട് വാലന്റൈൻസ് എനിക്ക് തോന്നാൻ തുടങ്ങിയത്. ബിക്കോസ് ബീങ് എ ഗൈനക് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഈസ് എ ബയോളജിക്കൽ ക്ലോക്ക്. ഈ ബയോളജിക്കൽ ക്ലോക്കിൽ നടക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. So how did അത് you feel like acting as the gynecologist? What did you feel about the character? quite refreshing എന്ന് വെച്ചാൽ ഒരുപാട് ഇറ്റ്സ് എ വെരി ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ നന്നായിട്ട് അറിയാം. ബട്ട് ഞാൻ മനസ്സിലാക്കിയത് ഇറ്റ്സ് എ വെരി മെച്ചോർഡ് ഒരു കഥ. ഭയങ്കര മെച്ചോർഡാണ്. പിന്നെ IVF നെ കുറിച്ച് എത്ര പേർക്ക് എന്തൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് എന്റെ ചുറ്റും അല്ലെങ്കിൽ സമൂഹത്തിൽ ഇതിനെ കുറിച്ച് വലിയ അവയർനെസ് ഇല്ല. ആൻഡ് ഐ ഓൾസോ ഫെൽറ്റ് ദാറ്റ് ഇതൊരു ടാബു ആയിട്ട് ആണുങ്ങൾക്ക് അത് ഭയങ്കര ഒരു ഈഗോ പ്രശ്നമായി മാറും. എന്നാൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമം ഇറ്റ്സ് എ വെരി പെയിൻഫുൾ പ്രൊസീജിയർ ഇസ് വാട്ട് ഐ മീൻ നോട്ട് ഇഫ് നോട്ട് ഫിസിക്കലി ബട്ട് ഈ പറഞ്ഞ പോലെ ഒരു സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ലെവലിലൊക്കെ സ്ത്രീകളെയും അതേപോലെ തന്നെ കുടുംബത്തെ പൂർണ്ണമായിട്ട് എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ബട്ട് ഇറ്റ് ഈസ് അഗെയിൻ ബട്ട് ഇറ്റ് ബ്രിങ്സ് സോ മച്ച് ഓഫ് ജോയ്. സയൻസിന്റെ തന്നെ എത്ര
like you thank God, but you cannot keep away the sciences. അല്ലേ? അതെ This അതെ is the one part where I realized that ദൈവത്തിന്റെ ഒരു ഭയങ്കരമായ ഒരു ഇൻവോൾവ്മെന്റും at the same time ആ ഡോക്ടർ and the science part and all of it ഒരു കുടുംബത്തിന്റെ ഇതെല്ലാം മാറ്റിക്കളയും അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഐ ജസ്റ്റ് ഫീൽ ഈ സിനിമ ഫാമിലീസ് പീപ്പിൾ അബൌട്ട് ടു ഗെറ്റ് മാരീഡ് പീപ്പിൾ നോട്ട് ഗെറ്റ് മാരീഡ് കല്യാണം കഴിച്ച് കുട്ടികളാവാത്ത everybody, including the കുടുംബങ്ങളും parents, I think, all category of people, like they go to the family, parents, even for the married couple or unmarried, like you said, all category of people should go and watch, I feel, അതെ considering the. Mm. Yeah. So that's very I mean എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു it was so ഈ സബ്ജക്ട് സെലക്ട് ചെയ്തതിന്റെ മെയിൻ റീസൺ അതായിരുന്നു. എനിക്ക് ഫാമിലീസ് ഐ ബീൻ ഡൂയിങ് എ ലോട്ട് ഓഫ് ഫാമിലി മൂവീസ്, പക്ഷെ എനിക്ക് Yeah. കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഐ എം ഡൂയിങ് വൺ Mm. മോർ വിച്ച് ഇസ് കോൾഡ് ഗന്ധർവ ജൂനിയർ വിച്ച് വിൽ ബി മൈ നെക്സ്റ്റ്. അത് കുറച്ചും കൂടി ഫൺ ആൻഡ് ഓൾ. ദിസ് ഇസ് മോർ ഓഫ് എ ഫാമിലി, എന്താ പറയാ, എല്ലാ കുടുംബങ്ങൾക്കും ഒരു സിനിമ ഈ ഈ ടൈമിൽ കാണാൻ എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ ഒരു ഒരു സിനിമ വ്യൂയിങ് എക്സ്പീരിയൻസ്. കുറച്ച് തമാശ വേണം, കുറച്ച് പ്രണയം Yeah. വേണം, കുറച്ച് ഇമോഷൻ ആൻഡ് സം മെസ്സേജ്. ഐ മീൻ ഒരു ഒരു ടേക്ക് അവേ. ഇപ്പൊ മാർക്കോ എന്ന സിനിമ കാണുമ്പോ there is no take away actually. It's Yeah. like ഒരു ക്ലീൻ action entertainer. But with Get Set Baby, I feel the families will understand the importance of an emotional support. ഇതില് ആണിനോടും ആണിന്റെ വശവും അല്ലെങ്കിൽ സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിലും കഥ പറഞ്ഞിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് നമ്മുടെ പ്രൊഫൈലിൽ ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടുണ്ട്. സിനിമ 21-ാം തീയതിയാണ് റിലീസ്. ആൻഡ് ഐ റിയലി വാണ്ട് യു ആൻഡ് എവറിബഡി, ആ ഗൈനക് കമ്മ്യൂണിറ്റി തന്നെ ഈ സിനിമയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ എല്ലാവരും ജസ്റ്റ് പാസ് ഓൺ മൈ മെസ്സേജ് ആൻഡ് കൺസിഡർ ദിസ് എസ് നിങ്ങളുടെ വാലന്റൈൻ. നൗ ദാറ്റ് ഐ എം യുവർ വാലന്റൈൻ, യു ടേക്ക് ഇറ്റ് എസ് എ റിക്വസ്റ്റ് ആൻഡ് സെൻഡ് ഇറ്റ് അക്രോസ് യുവർ Sure, ടീം. sure. ഓക്കെ, Sure, താങ്ക് യു sure, സോ done, മച്ച്. done. So looking forward. Yeah, yeah. Bye Yeah, bye. yeah, All the yeah. And best. I'm looking forward. I'm looking forward for your feedback also. I'm sure Like, I'll do that. I'll let you know personally. okay. Thank you so much. Thank you so Yeah, much. Thank you so much. all the best. Okay, okay. Bye bye. Bye, Bye bye, bye. bye. അയ്യോ, ഇനി ആരാ? എന്താ വിപിന്റെ കാര്യങ്ങൾ? വിപിൻ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഞാൻ ഈ പരിപാടി കൊളാക്കും. ഞാൻ എത്ര തവണ ബ്രോയുടെ ഫോണൊക്കെ ഓഫായി, ആൾക്കാർ മൊത്തം എന്നെ കളിയാക്കി. ഇതാണ് ഞാൻ ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ടെന്ന് വെച്ചിട്ടുണ്ട്. വരുന്നില്ലല്ലോ ഇവരൊക്കെ. ഇത് അത് ഞാൻ നിങ്ങളോട് തന്നെ സംസാരിക്കട്ടെ. ഇത് എനിക്ക് ആൾക്കാരെ കിട്ടുന്നില്ല, ആരാ എന്താന്നൊരു പിടിയും കിട്ടുന്നില്ല. വെയിറ്റ്, ഒരു സ്പെഷ്യൽ ആക്ച്വലി ആള് വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് ഇഷ്ടപ്പെടും. ആളുടെ ഇതൊക്കെ ആരാ എന്താ? അയ്യോ, വേറെ ഏതോ. ഇത് ഫേക്ക് ഐഡീസാ മൊത്തം. വെയിറ്റ് BI മര്യാദക്ക് പേര് വെച്ചൂടെ? ഇതിന് ഫുൾ ഹൈഫൻ, പിന്നെ താഴെ അരെ യാർ ക്യാ നാട്ടക്. ഒരു മിനിറ്റ്, നിങ്ങൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ ഇത് കുറെ കാലമായി ഈ സാധനം യൂസ് ചെയ്തിട്ട്. അപ്പൊ എനിക്ക് ഇത് ഇങ്ങനെയൊക്കെ പറ്റുന്നുള്ളൂ. ആക്ച്വലി ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിവരെ ആരും കിട്ടുന്നില്ല കേട്ടോ. ഇത്രയും ആകെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതില് ആക്ച്വലി വേറെ കാര്യം. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇന്ന് റിലീസ് ചെയ്ത സിനിമകളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല. ഇന്ന് റിലീസ് ചെയ്ത എല്ലാ സിനിമകൾക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. ഐ തിങ്ക് ഓരോ
ഇതെന്താ ഞാൻ അങ്ങോട്ട് അയക്കണേ, ഇവര് ഇങ്ങോട്ട് അയച്ചൂടെ? ഞാൻ റാൻഡംലി ആൾക്കാരൊക്കെ റിക്വസ്റ്റ്, ഒരുപാട് റിക്വസ്റ്റ് അവരെ ആഡ് ചെയ്യാൻ പോകും. അവർക്കോനെ @ അയ്യോ എന്താ മാർക്ക്? വെയിറ്റ് വിപ്പിൻ, ഐ എം എക്സ്ട്രീംലി ഡിസപ്പോയിന്റഡ് മാൻ. ഇങ്ങനെയൊക്കെ എനിക്ക് ആരും കിട്ടുന്നില്ല. സോ ഞാനിപ്പോ ഇതിൽ നിന്ന് വരുന്ന റിക്വസ്റ്റുകൾ തന്നെ ആഡ് ചെയ്ത്, സോ ബേസിക്കലി 21-ാം തീയതി നിങ്ങൾ എല്ലാവരും ഈ സിനിമ, ഇതെന്താ ഇതിൽ ഇങ്ങോട്ട് പറയുന്നൊന്നും കേൾക്കാനും പറ്റുന്നില്ല. വേസ്റ്റ് ആപ്ലിക്കേഷൻ. യാ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്റെ വാലന്റൈൻ എന്തായാലും കോളായി, ഒരു ആവശ്യമില്ലാതെ. എന്തായാലും 21-ാം തീയതി നിങ്ങൾ എല്ലാവരും സിനിമ കണ്ട് എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഐ തിങ്ക് ഞാൻ ഇന്ന് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ സെൻസറൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെൻസർ കംപ്ലീറ്റ് ആയതുകൊണ്ട് വെരി സൂൺ വി വിൽ അനൗൺസ് ദി ഇതെന്താ ഇതിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ അനൗൺസ് ചെയ്യും. ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടി ബ്രോ ആ വിപിനെ വിളിക്കുക. രണ്ട് തെറിയങ്ങള് തെറി ഒന്ന്, ഒരു സാധനം നടക്കുന്നില്ലേ? ഇത് ആകെ 4 പേരുണ്ട്. വേറെ അറിയൂ എന്ന് പറഞ്ഞാ ഞാനിപ്പോ ഒരു വണ്ടിയിലാണ്. ഐ ജസ്റ്റ് റീഡ് ഔട്ട് ദ മെസ്സേജസ്. ഹാപ്പി വാലന്റൈൻസ് ഗായ്. ദാവിദ് സൂപ്പർ ആണ്. ഓ അടിപൊളി. ഓക്കെ. ശ്രീശാന്ത് ഹായ് ഹായ് മാൻ. ബ്രദർ, ഇതിലൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വിപിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എന്താണ് റിലാക്സ് ചെയ്യാൻ ഇവിടെ വെച്ചിട്ട് പോ, ഒന്നും ചെയ്യാനില്ല ഇവിടെ. ഒരു പരിപാടി നിങ്ങൾക്ക്, ഞാനിതെല്ലാം ലൈവിൽ നിന്ന് പറയാം, നിങ്ങൾ അറിയട്ടെ, ആൾക്കാരെ അറിയട്ടെ. എന്നാ പിടിച്ചോ, റിലാക്സ് ആയിട്ട് സംസാരിക്കാം. താങ്ക് ഹൂ ഈസ് യുവർ വാലന്റൈൻ? എനിക്ക് നോ വാലന്റൈൻ. ഫുൾ സപ്പോർട്ട് ബ്രദർ. ആക്ച്വലി എന്നോട് ഇപ്പോ ഇവര് ഒരുപാട് ആൾക്കാർ വരും പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആരെയും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ലോഡ് റിക്വസ്റ്റ് ഉണ്ട്. ബട്ട് വാട്ട് ഐ ഡു ഇസ് ദാറ്റ്, ഞാൻ ഇതിപ്പോ ബ്രോ നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാണോ ഇതിപ്പോ? ഇതില് ഒന്നും വരുന്നില്ല. എനിക്കറിയില്ല. മീൻസ് റിക്വസ്റ്റ് ടു ജോയിൻ എന്ന് പറഞ്ഞിട്ട് നത്തിങ് ഹാപ്പനിങ്. ഇവിടെ പോയാലും എന്റെ അവസ്ഥ ഇതാ. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ അങ്ങോട്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അങ്ങോട്ട് അവര് ആക്ച്വലി ഒന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ വേസ്റ്റ് പരിപാടി എന്ന് വെച്ചാ. പിന്നെ വേറെ ആരെയൊക്കെ ആക്ച്വലി ബ്രോയുടെ മറ്റേ ഫോൺ ഒന്ന് തന്നെ ഞാനൊരു സെർച്ച് ചെയ്യട്ടെ. ആക്ച്വലി നമ്മൾ അങ്ങോട്ട് എന്റെ വോയിസിനാണ് സെർച്ച് ഇതെവിടെയാ? ആൾക്കാരൊക്കെ ബോറടിച്ച് പോകും. ബ്രോ ഇതിൽ സെർച്ച് എങ്ങനെ ചെയ്യാം? ഓക്കെ, ഇവിടെയാണല്ലേ. അയ്യോ, എനിക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അത് മാറ്റിക്കോ. എനിക്കറിയാം ഇത് ഭയങ്കര ബോറിംഗ് ആയി കാണുന്നു, ബട്ട് ഐ എം സോ സോറി, ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. എനിക്ക് ആരെയും, ഇവര് പറയുന്ന ആരെയും ഇതിൽ കിട്ടുന്നില്ല. ഇല്ല, ഇവരുടെ ഒന്നും അക്കൗണ്ട് ഒന്നും കാണുന്നില്ല, വെറുതെ എന്നെ കൊണ്ട്. സോ ബോസ്, ഒന്ന് ആരെയും കിട്ടുന്നില്ല. ബട്ട് ഇതാ പിടിച്ചോളൂ. എവിടെ പോയിന്ന് വെച്ചാൽ എന്നോട് കുറെ സേ അവർ നെയിം അറ്റ്ലീസ്റ്റ്. ഡോക്ടർ ആതിര, ദാറ്റ് ഐ കൻ ഡു. ഷട്ടിൽ സ്മാഷർ ഹായ്. പിന്നെ ഭാനു വേലരു ഹായ്.
Shubrat. Hi, Shubrat. Actually, what are you speaking in Malayalam? No? Boss, I've been trying to include a lot of people. I've been told that they will like to connect and all, but I'm very by now everyone would have understood that I'm technically very poor. I tried, but I think it's the connectivity or something like that. Yeah, that's the thing. പിന്നെന്താ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ 21-ാം തീയതി ഗെറ്റ്സ് ഇറ്റ് ബേബി റിലീസാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫിലിം. ആക്ച്വലി ഞാൻ സിനിമയെ കുറിച്ച് ഞാനൊരു കാര്യം ചെയ്യട്ടെ. എനിക്ക് ബ്രോ ആ ഷെരീഫിനെ വിളിച്ചേ. ഷെരീഫിന്റെ പേര് വന്നിട്ടുണ്ട്. വിളിച്ചിട്ടേ പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്റെ പരിചയത്തിലുള്ള ഒരാൾ എനിക്ക് കിട്ടി. ഷെരീഫ്. സോ ഹായ് ആയുഷ്. ഹായ് ഹായ് ഹായ്. ഷെരീഫ് ചിലപ്പോ ഉറങ്ങായിരിക്കും. എടുത്താ എടുത്താ തിയേറ്ററിലാണെന്ന്. ഓക്കെ വിട്ടേക്ക്, ഞാൻ ക്യാൻസൽ ചെയ്തേക്കാം. മുബീൻ ഹായ് പ്ലീസ്. സലാർ സഞ്ജയ് ഹായ്. So I'll come back to Get Set Baby. Actually, Get Set Baby ആസ് എ ഫിലിം എനിക്ക് ഒരുപാട് ഐ മീൻ പ്രതീക്ഷയുള്ള സിനിമയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊരു നല്ലൊരു കുടുംബചിത്രമായതുകൊണ്ടും ഇറ്റ് ഹാസ് ഓൾ ദി ഇൻഗ്രീഡിയൻസ് ദാറ്റ് ഐ ഓൾവേസ് ലൈക്ഡ്. ഒരു ഫാമിലി മൂവി ചെയ്യുമ്പോൾ നല്ലൊരു ക്യാൻവാസിൽ ആക്ച്വലി നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു രീതിയിൽ വന്നിട്ടില്ല. ലൈക്ക് എന്നെ ഒരു ഡയറക്ടർ ഈ രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ. ഇപ്പൊ എന്റെ സുഹൃത്തിനെ കുറിച്ച് പറയാം. എന്റെ ഫ്രണ്ടാണ് സജീവാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സജീവ് ഞാൻ സജീവിനെ കുറിച്ച് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഓൾമോസ്റ്റ് ഒരു 14-15 ഇയേഴ്സ് ആയിട്ട് സജീവ് ലാൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഇറ്റ്സ് ബീൻ എ വെരി ഹാർഡ് വർക്കിംഗ് ആയി. ഓൾവേസ് വോണ്ടഡ് ടു ഡു സംതിങ്. എന്നെ പോലെ തന്നെ എനിക്ക് സജീവിന് ഒരു 14 വർഷത്തെ പരിചയമുണ്ട്. ഇപ്പൊ ഞങ്ങൾ പല പല ലൈഫിന്റെ പല ഘട്ടത്തിൽ നിന്ന് ഒരുമിച്ച് വന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണുമ്പോൾ ഐ എം ജസ്റ്റ് ഹാപ്പി ദാറ്റ് സജീവിന്റെ ഒരു വലിയൊരു ഗ്രോത്തിന്റെ ഭാഗമായിട്ട് എനിക്കും ഒരു ചെറിയൊരു പങ്കാളിത്തം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് നല്ലൊരു സിനിമ. ബിക്കോസ് ഞാനും സജീവും ഒരു കോമൺ പോയിന്റ് നമ്മള് ഈ പറഞ്ഞ പോലെ ലാൽ സാർ ഫാൻസ്, മോഹൻലാൽ ഫാൻസ് എന്ന രീതിയിൽ നമ്മള് വി ആർ കണക്റ്റഡ്. പക്ഷെ എനി ഗീവൺ പോയിന്റ് ഓഫ് ടൈം സജീവിന് ലാൽ സാറിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ സജീവിന് ഒരു അവസരം വന്നപ്പോൾ സജീവ് എന്നെയാണ് നായകനായിട്ട് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ആൻഡ് എന്റെ സന്തോഷം എന്ന് വെച്ചാൽ തിരിച്ച് ആസ് എ പ്രൊഡ്യൂസർ സജീവിന് ഡെഫിനറ്റ് ആയിട്ടും ഒരു നല്ല സിനിമ പ്രൊഡ്യൂസ് ചെയ്തതിന്റെ ഒരു സന്തോഷം എപ്പോഴും ഉണ്ടാവും ഫോർ ദി എൻറ്റയർ ഫാമിലി. ഇപ്പൊ ലാൽ സാറിന്റെ സിനിമകളൊക്കെ ഉണ്ടല്ലോ, എപ്പോഴും ഇങ്ങനെ ഫാമിലീസിനെയൊക്കെ ഒരേപോലെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമകളാണ് പുള്ളി പൊതുവെ ചെയ്യാറ്. ഇപ്പൊ എമ്പുരാൻ റിലീസ് ആവുന്നുണ്ട്. ഐ എം വെരി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഈവൻ ഇപ്പൊ മാർക്കോ കഴിഞ്ഞ് റിലീസ് ചെയ്യുന്ന സമയത്തും ലാൽ സാർ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സജീവിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എന്താ പറയാ, പോസിറ്റീവാണ്. നിങ്ങൾ ഈ സിനിമ എന്തുകൊണ്ട് കാണണം എന്ന് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ എന്റെ സൈഡിൽ നിന്ന് ആസ് എൻ ആക്ടർ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് ആസ് എൻ ഓഡിയൻസ് ഒരു വെറൈറ്റി, ഐ മീൻ ഒരു ആക്ടറിന്റെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പടം ഒരു ആക്ഷൻ പടമായിരുന്നു. അതിന് മുന്നേ വന്ന സിനിമ ജയ് ഗണേഷ്, അതൊരു വേറെ തരം സിനിമയായിരുന്നു. ഇപ്പോ ഇത് കംപ്ലീറ്റ്ലി അഗൈൻ എ വെരി ഡിഫറെന്റ് മൂവി. സോ ഐ എം ഓൾസോ വെരി എക്സൈറ്റഡ് ദാറ്റ് നമുക്ക് പുതിയ പുതിയ ടൈപ്പ് ഓഫ് സിനിമ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. വിനയ് ഗോവിന്ദ് എന്ന ഡയറക്ടറിന്റെ 2 സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഐ തിങ്ക് വൺ ഓഫ് ഹിസ് ബെസ്റ്റ് വർക്കാണ് ഗെറ്റ്സ് എറ്റ് ബേബി. ആൻഡ് എവ്രി വൺ ഹൂസ് ബീൻ പാർട്ട് ഓഫ്. ഇപ്പൊ ചെമ്പൻ വിനോദി പടത്തില് ഞാനും ചെമ്പനൊക്കെ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നല. എന്റെ ഏറ്റവും ആദ്യത്തെ സിനിമ എന്ന് വെച്ചാൽ ബോംബെ മാർച്ച് 12 എന്ന സിനിമയില് ചെമ്പനും ഞാനും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ആൾക്കാർ. അപ്പൊ ആഫ്റ്റർ ദാറ്റ് വി ആർ കമ്മിങ് ടുഗദർ. ആൻഡ് ഓൾ മൈ അതർ ആക്ടേഴ്സ്, മുത്തുമണി, പുണ്യ, അതേപോലെ ഒരുപാട് വേറെ ഞാനുമായിട്ട് സുധീഷ് ചേട്ടനുണ്ട്. അപ്പൊ അങ്ങനെ ഇറ്റ്സ് എ ഗ്രേറ്റ് കോമ്പിനേഷൻ.
നല്ല മ്യൂസിക് ആണ് സാം സിയേഴ്സിന്റെ റിലീസായ പാട്ട് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ ഇതിന്റെ വേറൊരു പാട്ടും കൂടി ഉണ്ട്, പിന്നെ ഒരു ട്രെയിലറും കൂടി ഉണ്ടാവും. സോ ഇതൊക്കെയാണ് ഈ സിനിമയുടെ വിശേഷങ്ങൾ. ഒരുപാട് സിനിമകൾ റിലീസാവുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ നമ്മുടെ സിനിമയും ഒന്ന് പോയി കാണണമെന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ട്രൈ ചെയ്യാം, പക്ഷെ പറയുന്ന ആൾക്കാരുടെ പേരൊന്നും ഇതിൽ ഇങ്ങനെ കേറി വരുന്നില്ല. അതാണ് ഇതിന്റെ ഇതിൽ ഇങ്ങോട്ട് റിക്വസ്റ്റ് അയക്കാൻ പറഞ്ഞൂടെ ഇവർക്ക്? അതിന് കാണുന്നില്ല. ഇങ്ങോട്ട് റിക്വസ്റ്റ് അയക്കുന്ന ആൾക്കാരുടെ പേര് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതാണ്, അത് ഓവർലോഡ് ആയി പോയി. സോ സോറി. ഐ മീൻ ഇറ്റ് വാസ് എ ഗ്രേറ്റ് പ്ലാൻ ആക്ച്വലി, ഇങ്ങനെ എല്ലാവരും ആഡ് ചെയ്യാൻ. പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഇങ്ങനത്തെ പരിപാടികളൊന്നും താങ്ങാനുള്ള ശേഷിയില്ലെന്ന് മനസ്സിലായി. എല്ലാവർക്കും താങ്ക് യു കേട്ടോ. പ്ലീസ് റിയാക്ട് ടു മൈ. താങ്ക് യു സോ മച്ച്. ഗന്ധർവ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ഈ വർഷം ആകെ ചെയ്യാൻ പോകുന്ന ഒറ്റ പടമേ ഉള്ളൂ, അത് ഗന്ധർവ ജൂനിയർ ആയിരിക്കും. ആൻഡ് ഐ പ്രോമിസ് യു, ഞാൻ പറയാം, ഗെറ്റ്സ് ഇറ്റ് ബേബിയെ കുറിച്ച് ഞാൻ പറയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ട് എന്തിനൊരു സിനിമ കണ്ടു എന്ന് ഒരിക്കലും തോന്നില്ല. എനിക്ക് ആകെ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നിങ്ങൾ ഒരിക്കലും ഈ മാർക്കോ എന്ന സിനിമയുടെ ഹാങ് ഓവർ വെച്ചിട്ട് ഈ സിനിമ കാണരുത്. അങ്ങനെ എന്നുവെച്ചാൽ ഉണ്ണി മൂന്നിനെ കാണുമ്പോ ഇടി അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇഫ് യു സീ ദിസ് ആസ് എ കംപ്ലീറ്റ്ലി ന്യൂ ഫിലിം, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ബിക്കോസ് ഞാൻ മാർക്കോ കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ ഫൈനൽ മിക്സിന്റെ സമയത്തൊക്കെ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. ബിക്കോസ് ഈ മാർക്കോയിൽ ഈ ചോരയും ഇരുട്ടത്തിന്റെ ഇടയിൽ നിന്നൊക്കെ പുറത്തു വന്നപ്പോൾ ഉണ്ടായ ഒരു റിഫ്രഷിംഗ് ഫീൽ ആയിരുന്നു. ആൻഡ് അത് മാർക്കോ എന്ന സിനിമ കണ്ടവർക്കും ഇഷ്ടപ്പെടും. മാർക്കോ സിനിമയുടെ ഓഡിയൻസ് അല്ല ഈ സിനിമയുടെ ഓഡിയൻസ്. ഈ സിനിമയിൽ കുറച്ചും കൂടി വലിയ ഓഡിയൻസ് ആണ്. എന്ന് വെച്ചാൽ യു സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ഫാമിലീസ്, കുട്ടികള്, വീട്ടിലെ അമ്മമാരും എല്ലാവർക്കും കാണേണ്ട സിനിമയാണ്. അപ്പൊ ഇത് എല്ലാവരും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ് ഒരു 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 പോസിറ്റീവ് फीलिंग वരും. हिंदी बटन हो गया भाई. अभी हिंदी में ये जो फिल्म है ना, मैं जिसके बारे में बात कर रहा हूँ, 21 तारीख को रिलीज हो रही है, फरवरी 21 को. लेकिन ये भी हिंदी में रिलीज होने नहीं वाली है, तो ये मलयालम फिल्म है. और ऐसा भी नहीं है कि मैं हर फिल्म हिंदी में या तमिल में रिलीज करूँ. पॉसिबल, हाँ, पॉसिबल नहीं है, क्योंकि ये जो फिल्म है ना, इसका जो जिसको इनिशियल लेवल पे जो डिस्कशन हुआ था, एक ऐसा मलयालम फिल्म करेंगे. लेकिन अभी मेरी इच्छा है कि मैं इसको हिंदी में भी लेके आऊँ, क्योंकि फिल्म का जो सब्जेक्ट है वो काफी बढ़िया है. एंड हम ट्राई करेंगे. आई ट्राई माई बेस्ट. लेकिन 21 तारीख को जो फिल्म है वो जो मलयालम में ही रिलीज होनी है, इसलिए मैं ज्यादा मलयालम में बात कर रहा हूँ. हाँ, इसे थोड़ा हिंदी, हाँ मैंने बोल दिया ना हिंदी में इतना. और थैंक यू सो मच. मेरे को बहुत थैंक यू बोल रहा हूँ आप लोगों ने जितना भी मुझे सपोर्ट किया है. क्योंकि जब मार्को फिल्म रिलीज हुई थी ना, ये इतना कुछ मेरे को ये था नहीं कि ये हिंदी सेक्शन में इतना वर्क करेगा, क्योंकि बहुत मेहनत से काम किया था. लेकिन हम इतना कुछ प्रमोट नहीं कर पाए थे. लेकिन जब अगली बार जब फिल्म आने आएगी तो पक्का आई ऑल्सो मेक श्योर दैट ना कि प्रमोशन अच्छे से, और आपको भी ऐसा लगा कि हाँ यार हिंदी फिल्म आ रही है. ब्रो लाइटेड हो. और क्या बोलूं. हाय सिंगापुर. क्या सिंगापुर? അയ്യോ മെസ്സേജ് പോയി. എവിടെയാ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇത് എത്ര മതി. പിന്നെ സോ യാ ഐ തിങ്ക് ഐ സെഡ് മോസ്റ്റ് ഓഫ് ഇറ്റ്. നിങ്ങൾ എല്ലാവരും ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ട്? ആക്ച്വലി ഇത് ഭയങ്കര വൺ സൈഡഡ് ആയിപ്പോയി. എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കാനും വയ്യ. ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും മനസ്സിലാവും. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ. പക്ഷെ വെരി ആക്ച്വലി എൻ്റെ ഭയങ്കര ബോറിങ് വാലന്റൈൻസ് ഡേ ആയിപ്പോയി. ഒരാൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത്. പിന്നെ ആഡ് ചെയ്യുന്ന ആൾക്കാർ, ഇവർ പറയുന്ന ആരെയും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇവരുടെ പേരൊന്നും നമുക്ക് കിട്ടുന്ന പോലും ഇല്ല. ഭയങ്കര മോശമായിപ്പോയി പരിപാടിക്ക്. അരെ ബാപ്രെ. അപ്പോ യാ ഗൈസ്, അപ്പൊ നിങ്ങള് എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇറ്റ്സ് സോ സാഡ്. ഐ മീൻ ആഡ് മോഡറേറ്റർ, ടേൺ ഓഫ് ക്വസ്റ്റ്യൻസ്, ടേൺ ഓഫ് റിക്വസ്റ്റ് ടു ഗോ ലൈവ്. അറിയില്ല. ടു മെനി റിക്വസ്റ്റ് എനിക്കാണെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നോട്ട് ഹാപ്പനിങ്. ഒരു മിനിറ്റ്, ഞാൻ ഒരു ലിങ്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെന്താ, ഞാൻ നിങ്ങളെ റിക്വസ്റ്റുകളൊക്കെ
ക്ലിക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് പിന്നെ ഇറ്റ്സ് ഓപ്പൺ ആവുന്നില്ല. എന്ന് വെച്ചാൽ അത്ര അധികം ആയതുകൊണ്ടായിരിക്കാം ഇത്. വൈ ഈസ് ഈ ഫ്രസ്ട്രേറ്റഡ് എന്ന് എന്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്. വൈ ഈസ് ഈ ഫ്രസ്ട്രേറ്റഡ് എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ഏറ്റെടുക്കുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ആണ്. പിന്നെ വൺ തിങ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ആഡ് ഇസ് ദാറ്റ് വി ആർ റിലീസിംഗ് ദ മൂവി വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ്. സോ ഐ മീൻ all the non-Malayalis can definitely enjoy the film. So that is one more update that I've got. Um, that's it. Nothing much. So yes, guys, I'll also take leave. Um, I'm very glad that എനിക്ക് ഇന്ന് ഇവിടെ വരാൻ സാധിച്ചു and I could participate. It was definitely yeah, there's a big ha 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 എന്ന് പോയിട്ടുണ്ടായിരുന്നു. So the thing is that it didn't go the way I wanted it to be, but it is what it is. എല്ലാവർക്കും നന്ദി in Tamil. Yeah, I mean, thank you so much. I'll repeat once more. Um, February 21st, Get Set Baby in the Pudhiya cinema. My new film called Get Set Baby that releases in Malayalam with English subtitles. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും പോയി കാണുക, എൻജോയ് ആൻഡ് ഹാവ് എ ഫെന്റാസ്റ്റിക് ഡേ. ഹാപ്പി വാലന്റൈൻസ്. ആൻഡ് ഇന്ന് റിലീസായ എല്ലാ സിനിമകൾക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. Thank you for having me here. I'll sign off. ગુજરાતીમાં શું કહું? ગુજરાતીમાં બસ મારે એવું કેવું છે કે 21 તારીખે મારી ફિલ્મ રિલીઝ થાય છે. ફિલ્મનું નામ છે ગેટ સેટ બેબી. એના વિષયમાં હું વાત કરતો હતો. તે ગુજરાતીમાં રિલીઝ નહીં થવાની, બટ એમાં ઇંગ્લિશ સબટાઇટલ્સ હશે, તો તમે જોજો ખરી. એન્ડ અહીં મને મેસેજ કરજો તો રિપ્લાય કરીશ. ઠીક છે? સો ગાઈસ, I'll thank you so much, man. Thank you so much. And evening and how to exit. ഇതൊക്കെ പഠിച്ചിട്ട് വരണല്ലേ, അതല്ലേ സംഭവം. ഹു ആർ ഓൾ വാച്ചിങ്ങില് നെയിം ഉണ്ട്. ഗ്രേറ്റ്. ചലോ യാർ, ഐ വിൽ ടേക്ക് ലീവ്. I don't even know how to exit, but I'll try. How to exit the ഇതെങ്ങനെ എക്സിറ്റ് ആവുക? വെറുതെ എങ്ങനെ എക്സിറ്റ് ആവുന്ന പറഞ്ഞുതരോ? ടേൺ ഓഫ് ലൈവ് റിക്വസ്റ്റ് to go live off.